സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ജനശക്തി യാത്രയ്ക്ക് തുടക്കം. ജാതിക്ക ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ദേശീയ സെമിനാറിന് നെഹ്റു കോളേജിൽ തുടക്കമായി. സുരക്ഷയൊരുക്കാൻ നടപടിയായില്ല. ജില്ലാ ആശുപത്രിയിൽ മോഷണം പെരുകുന്നു. രോഗികൾക്ക് ദുരിതകാലം. വാഴ്ന്നൂരടി ചൈന ക്ലേ കമ്പനിയിൽ ഖനനത്തിൽ അപാകതയെന്ന ആക്ഷേപം. കുഴികൾ നികത്താത്തതിൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. കുശാൽ നഗറിനെ കാർഷിക സമ്പന്നമാക്കാൻ അക്ഷരപുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തകർ. നെൽകൃഷിയിൽ വിളഞ്ഞത് 100 മേനി. റബ്ബർ വിലയിടിവിനെതിരെ മലയോരങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം. ചെറുപുഴയിൽ റബ്ബർ കർഷകർ മനുഷ്യമതിൽ തീർത്തു. വിഷവിമുക്ത പച്ചക്കറിയൊരുക്കാൻ കാഞ്ഞങ്ങാട്ട് കൃഷിവകുപ്പ് ഇക്കോ ഷോപ്പ് തുടങ്ങി. വാർത്തകൾ വിശദമായി. ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ജനശക്തി യാത്രയ്ക്ക് പാലക്കുന്നിൽ തുടക്കമായി. കൊലപാതകങ്ങൾ സിപിഎം അണികളുടെ വികാരപ്രകടനം മാത്രമായി കാണാനാവില്ലെന്ന് മുൻ മന്ത്രി എ.വി. താമരാക്ഷൻ പറഞ്ഞു. സ്വാതന്ത്ര്യം, സമാധാനം, വികസനം എന്നീ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരന്റെ നേതൃത്വത്തിൽ ജനശക്തി യാത്ര സംഘടിപ്പിക്കുന്നത്. മുൻ മന്ത്രി എ.വി. താമരാക്ഷൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. സിപിഎമ്മിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് ജനശക്തി ജാഥകൾക്ക് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ജില്ലയിലെ 3 നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട 9 കേന്ദ്രങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണം നൽകി. കണ്ണൂർ ജില്ലയിലെ കൊലപാതകങ്ങൾ സിപിഎം നേതൃത്വം പറയുന്ന പോലെ അണികളുടെ വികാരപ്രകടനമല്ലെന്ന് ജാഥ ഉദ്ഘാടനം ചെയ്ത എ.വി. താമരാക്ഷൻ പറഞ്ഞു. കൊലപാതകങ്ങൾക്ക് മറുപടി നൽകാനല്ല, മറിച്ച് ജനഹൃദയങ്ങളിൽ നിന്നും സിപിഎമ്മിനെ പുറത്താക്കാനാണ് ബിജെപി പ്രവർത്തകർ ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ചെയ്യുന്നത് യഥാർത്ഥ കുറ്റവാളികളെയല്ല, കുറെ പ്രതികളെ കൊടുക്കും. ആ പ്രതികളെ കൊടുത്ത് ആ കേസ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കേസ് വരുമ്പോൾ പലരും രക്ഷപ്പെട്ടു പോകും. ഇതാണ് ഈ കാലം അത്രയും നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ കേസ്, ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. പിണറായി വിജയൻ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യ രാജ്യം ഭരിക്കുന്ന പാർട്ടി. ആദ്യം ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കൊടുത്ത ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. 3 പതിറ്റാണ്ടിലേറെ കാലം കേരളത്തിലെ കണ്ണൂർ പോലെ പശ്ചിമബംഗാൾ ഭരിച്ച പശ്ചിമബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടിത്തറ പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പശ്ചിമ ബംഗാളിൽ തിരിച്ചു വരാൻ ഒരിക്കലും ആവില്ല. അവിടെ ഇപ്പോൾ 2 പാർട്ടികളെ ഉണ്ടാകാൻ പോകുന്നുള്ളൂ ഭാവിയിൽ. അവിടെ തൃണമൂൽ കോൺഗ്രസും ബിജെപി. ഭീതിയുടെ അന്തരീക്ഷം നിലനിർത്തി അണികളെ കൂടെ നിർത്താനാണ് സിപിഎം ശ്രമമെന്ന് ജാഥ ലീഡറായ വി മുരളീധരൻ പറഞ്ഞു. അക്രമത്തിന്റെ പാത ഉപേക്ഷിക്കണമെന്ന് ഉപദേശിക്കാതെ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് അക്രമികളെ അടിച്ചമർത്തുകയാണ് വേണ്ടതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അതുകൊണ്ട് ഉറ്റവരുടെ വികാരങ്ങളുടെ പേരിൽ, അതിന്റെ പേരിൽ കൊലപാതകത്തെ ന്യായീകരിക്കുന്ന ആളുകൾ അവരുടെ കൊലപാതകത്തിലുള്ള പങ്ക് അത് പരോക്ഷമായിട്ട് സമ്മതിക്കുകയാണ്. കൊലപാതകത്തിലുള്ള പങ്ക് പരോക്ഷമായിട്ട് സമ്മതിക്കുന്ന ഈ നേതൃത്വത്തെയാണ് ആദ്യമായിട്ട് കൊലപാതകത്തിന്റെ ഗൂഢാലോചനയിലുള്ള പങ്കാളിത്തം, ആ പങ്കാളിത്തത്തിന്റെ പേരിൽ ചോദ്യം ചെയ്യേണ്ടത്. ബിജെപി ജില്ലാ പ്രസിഡന്റ് പി സുരേഷ് കുമാർ ഷെട്ടി അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രൻ, സംസ്ഥാന സെക്രട്ടറി എ.ജി. ഉണ്ണികൃഷ്ണൻ, കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് കെ രഞ്ജിത്ത്, ദേശീയ കൌൺസിൽ അംഗം മടിക്കൈ കമാരൻ, സംസ്ഥാന കമ്മിറ്റി അംഗം ടി രമേശ്, എൻ പി രാധാകൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടറി കെ പി പ്രകാശ് ബാബു, പ്രമേള സി നായിക്, എം സഞ്ജീവ് ഷെട്ടി തുടങ്ങിയവർ സംസാരിച്ചു. കുഞ്ഞിരാമൻ പുല്ലൂർ സ്വാഗതം പറഞ്ഞു. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ വി മുരളീധരൻ നയിക്കുന്ന ജനശക്തി യാത്രയ്ക്ക് കാലിച്ചാനടുക്കത്ത് സ്വീകരണം നൽകി. സ്വീകരണ കേന്ദ്രത്തിൽ 100 കണക്കിന് പ്രവർത്തകർ എത്തി. കാലിച്ചാനടുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ മലയോര ഗ്രാമങ്ങളിൽ നിന്നും നിരവധി പ്രവർത്തകർ എത്തി.
മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ശക്തി കേന്ദ്രങ്ങളാണെന്ന് അവകാശപ്പെടുന്ന പ്രദേശങ്ങളിലൂടെയാണ്. അത് ശക്തി കേന്ദ്രമാണോ അല്ലയോ എന്നുള്ളതൊക്കെ കാലം തെളിയിക്കേണ്ടതാണ്. എന്തായാലും മാർക്സിസ്റ്റ് പാർട്ടി അവരുടെ ശക്തി കേന്ദ്രമാണെന്ന് അവകാശപ്പെടുന്ന പ്രദേശങ്ങളിലൂടെ ഭാരതീയ ജനതാ പാർട്ടി ഇത്തരത്തിലുള്ള ഒരു യാത്ര സംഘടിപ്പിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. സംസ്ഥാന നേതാക്കളായ കെ സുരേന്ദ്രൻ, എം ടി രമേശ്, കെ രഞ്ജിത്ത്, മടിക്കൈ കമ്മാരൻ, പി സുരേഷ് കുമാർ ഷെട്ടി, അഡ്വക്കേറ്റ് കെ പി പ്രകാശ് ബാബു തുടങ്ങിയവർ ജാഥയിൽ പങ്കെടുത്തു. സ്വീകരണ യോഗത്തിൽ ഇ കൃഷ്ണൻ അധ്യക്ഷനായി. ശങ്കരൻ വാഴക്കോട് സ്വാഗതം പറഞ്ഞു. കാഞ്ഞങ്ങാട് നെഹ്റു കോളേജിൽ ദേശീയ സെമിനാറിന് തുടക്കമായി. കോളേജിലെ എക്കണോമിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് സെമിനാർ നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത്. ദേശീയ ശ്രദ്ധ നേടിയ സെമിനാറിൽ അധ്യാപകരും ഗവേഷകരും വിദ്യാർത്ഥികളും ഉൾപ്പെടെ 220 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. സെമിനാർ പ്രൊഫസർ വി എൻ രാജശേഖരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. I congratulate each and every one of the members of the organizing committee for thinking about a theme like this and also getting support from the University Grants Commission for organizing an event of this kind. It is very important that our undergraduate colleges get the opportunity to know about the current developments in education, economy and overall contextual development of all areas. മുംബൈ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസിലെ പ്രൊഫസർ ടി ജയരാജൻ മുഖ്യപ്രഭാഷണം നടത്തി. പ്രൊഫസർ കെ കെ ജോർജ് പ്രബന്ധം അവതരിപ്പിച്ചു. നെഹ്റു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ എ മുരളീധരൻ അധ്യക്ഷനായി. ഓർഗനൈസിംഗ് സെക്രട്ടറി എം അനൂപ് കുമാർ സെമിനാറിനെ കുറിച്ച് വിശദീകരിച്ചു. കെ രാമനാഥൻ, കെ സുരേഷ് കുമാർ, എം ഒ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. എക്കണോമിക്സ് വിഭാഗം തലവൻ ഡോക്ടർ എ അശോകൻ സ്വാഗതം പറഞ്ഞു. സെമിനാർ ബുധനാഴ്ച സമാപിക്കും. കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ മോഷണം തുടർക്കഥയാവുന്നു. സാധാരണക്കാരായ നൂറുകണക്കിന് രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിൽ മതിയായ സുരക്ഷ ഒരുക്കിയിട്ടില്ലെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട്. കാഞ്ഞങ്ങാട് ചെമ്മട്ടം വയലിലെ ജില്ലാ ആശുപത്രിയിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി മോഷണം പതിവായത്. പേവാർഡുകളിൽ പ്രവേശിപ്പിക്കുന്ന രോഗികളെയും സഹായത്തിനായി എത്തുന്ന ബന്ധുക്കളെയുമാണ് മോഷ്ടാക്കൾ ലക്ഷ്യമിടുന്നത്. ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ചാളക്കടവിലെ രവീന്ദ്രന്റെ 3000 രൂപ മോഷണം പോവുകയുണ്ടായി. ഇവിടെ അകത്ത് ലൈറ്റ് ഉണ്ട്, അതുകൊണ്ട് പുറത്തുള്ള കാര്യങ്ങളൊന്നും നമുക്ക് നടക്കുന്നത് കാണുന്നില്ല. എന്താ പറഞ്ഞാൽ ഫ്രണ്ടിലൊരു ലൈറ്റ് കാര്യം ഉണ്ടായാലും നമുക്ക് പുറത്തുള്ള ആൾക്കാരെ മറ്റും കാണാൻ പറ്റും. ഒന്നാമത് ഇവിടെ ചെടിയെല്ലാം വെച്ചിട്ട് ആകെ ആൾക്കാർക്ക് മറന്നു നിൽക്കേണ്ട ഒരു അവസ്ഥയാണ്. അതൊന്നൊരു കൃത്യമായ രീതിയിൽ വെട്ടി ഒരു ഇതാക്കുന്ന രീതിയൊന്നുമില്ല. അപ്പോൾ ചെടിയുടെ മറവിലും ഇങ്ങനെ ആൾക്കാർ പമ്മി നിന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്, പുറത്തുനിന്ന് നോക്കി കാണുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ അധികൃതർക്ക് യാതൊരു കൂസലുമില്ലാത്ത പോലെയാണ്. അതേ ദിവസം തന്നെ രവീന്ദ്രന്റെ സഹായത്തിനെത്തിയ മാതാവിന്റെ 3000 രൂപയും മോഷണം പോവുകയുണ്ടായി. ഒരു മാസം മുമ്പ് ബൈക്ക് അപകടത്തിൽപ്പെട്ട് ചികിത്സയ്ക്കായി എത്തിയ ചെമ്മട്ടം വയൽ സ്വദേശിയായ യുവാവിന്റെ അമ്മയുടെ മൊബൈൽ ഫോണും മോഷണം പോയവയിൽ പെടുന്നു. കടന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മൊബൈൽ അവിടെ വെച്ചിരുന്നു. മോന് പൈപ്പ് ഊരുന്ന സമയത്ത് മൊബൈൽ അവിടെ വെച്ചിട്ട് വേഗം പൈപ്പ് ഇട്ടത് ശരിയാക്കിയിട്ട് ഇവിടെ കിടന്നു. രണ്ടാമത് അവിടുന്ന് കുറച്ച് കഴിയുമ്പോൾ അപ്പുറത്തുനിന്ന് വെയിലും നിൽക്കുന്നുണ്ട്. അവിടുന്ന് നേഴ്സുമാർ ഇടത്തേക്ക് വന്നിട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു പിന്നെ ഒന്ന് ഒരു പൈപ്പ് ഇട്ട് വരണമെന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ അപ്പുറം കള്ളം കയറിയത് അറിയില്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വെയിലും നോക്കുന്നുണ്ടായിരുന്നു. സൂക്കാടാവൊരു കാര്യമെന്നാണ് വിചാരിച്ചത്. എൻ്റെ സിസ്റ്റർമാർ പോവുകയും ചെയ്തു. അങ്ങനെ മേശപ്പുറത്ത് നോക്കുമ്പോൾ 2 മൊബൈലും കാണുന്നില്ല. എൻ്റെതും മോൻ്റെതാണത്. പണം നഷ്ടപ്പെട്ട വിവരം പുറത്തു പറയാത്ത സംഭവങ്ങളും ഏറെയുണ്ട്. മോഷണം നടക്കുന്ന പേവാർഡിന് വാതിൽ ജനൽ കൊളുത്തുകൾ ഇല്ലാത്തതും മോഷ്ടാക്കൾക്ക് അനുഗ്രഹമായിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിലും പരിസരങ്ങളിലും ആവശ്യത്തിന് വെളിച്ചമില്ലാത്തതും മോഷണം വർദ്ധിക്കാൻ ഇടയാക്കുന്നുണ്ട്. മോഷണം സംബന്ധിച്ച് നിരവധി പരാതികൾ ഇതിനകം ഉയർന്നിട്ടും ആശുപത്രിയിൽ മതിയായ സുരക്ഷ ഒരുക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ജില്ലാ ആശുപത്രി കോമ്പൗണ്ടിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കണമെന്ന ആവശ്യം നിരവധി തവണ ഉന്നയിക്കപ്പെട്ടിട്ടും നടപ്പിലാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. ജില്ലയിലെ സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ജില്ലാ ആശുപത്രിയിലെ സുരക്ഷാ ക്രമീകരണങ്ങളിൽ അധികൃതർ മൗനം പാലിക്കുന്നതിൽ വ്യാപകമായ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട്. ക്യാമറാമാൻ ദിനേശനോടൊപ്പം അനിൽ പുളിക്കാൽ, ന്യൂസ് ഡെസ്ക്, കാഞ്ഞങ്ങാട്.
വാഴ്ന്നൂരടി ചൈന ക്ലേ കമ്പനിയിൽ നാട്ടുകാർ ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഖനനം തടഞ്ഞു. നേരത്തെ ഖനനം നടത്തിയ കുഴികൾ നികത്താൻ അധികൃതർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് സമരം. കാഞ്ഞങ്ങാട് നഗരസഭ സ്ഥിരം കമ്മിറ്റി അംഗം അനിൽ വാഴ്ന്നൂരടി നേതൃത്വം നൽകി. 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന വാഴ്ന്നൂരടിയിലെ കേരള ക്ലേയേഴ്സ് ആൻഡ് സിറാമിക്സ് പ്രൊഡക്ട്സ് ലിമിറ്റഡിന്റെ ഖനനം നിർത്തിവെപ്പിച്ചുകൊണ്ട് ജനകീയ സമിതി സമരം ശക്തിപ്പെടുത്തിയത്. കാഞ്ഞങ്ങാട് നഗരസഭാ സ്ഥിരം സമിതി ചെയർമാൻ അനിൽ വാഴ്ന്നൂരടി ചെയർമാനായ സമരസമിതിയാണ് ചൊവ്വാഴ്ച രാവിലെ ഖനന സ്ഥലത്ത് ചെന്ന് JCBയും മറ്റുമടക്കം യന്ത്രങ്ങൾ ഉപയോഗിച്ചുള്ള ഖനനം തടഞ്ഞത്. മൈനിംഗ് നിയമം അനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കമ്പനി അധികൃതർ തയ്യാറാവണമെന്ന് സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. 4 ഭാഗവും റോഡുള്ള പ്രദേശത്താണ് ചൈന ക്ലേ കമ്പനിയുടെ ഖനനം നടക്കുന്നത്. കുഴികളും റോഡും തമ്മിലുള്ള അകലം വളരെ കുറവാണ്. അങ്കനവാടിയും ഉപ്പുലിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും ഹെൽത്ത് സെന്ററും മൃഗാശുപത്രിയുമെല്ലാം ഈ പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഖനനം നടത്തി നികത്താതെ പോകുന്ന വലിയ കുഴികൾ അപകടക്കണിയൊരുക്കാൻ ഇടയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സമരസമിതി രംഗത്തെത്തിയിരിക്കുന്നത്. വളരെ ആഴത്തിലുള്ള മൈനിങ് ആണ് നമ്മളിവിടെ നാട്ടിലുള്ളത്. ആ ഖനനം നിർബന്ധമായി നിർത്തലാക്കാനും ഈ ജനങ്ങൾ അനുഭവിക്കുന്ന കുടിവെള്ളക്ഷാമം അതുപോലുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും നമ്മുടെ കമ്പനിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ പക്ഷേ അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ള ഒരു തീരുമാനത്തിലല്ല ഉള്ളത്. ജനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരെ ശക്തമായ ഒരു പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകാനാണ് ഞങ്ങളുടെ തീരുമാനം. സമരക്കാർ ഖനനം നിർത്തിവെച്ചതിനെ തുടർന്ന് അധികൃതരും നേതാക്കളുമായി ഒത്തുതീർപ്പ് ചർച്ച നടന്നെങ്കിലും ഉറച്ച തീരുമാനം ഉണ്ടായില്ല. കുഴികൾ നികത്താതെ ഒരു നീക്കുപോക്കിനും തയ്യാറല്ലെന്ന് നേതാക്കൾ പറഞ്ഞു. അനിൽ വാഴ്ന്നൂരടി ചെയർമാനും രാജേഷ് പാലക്കാട്ട് ജനറൽ കൺവീനറുമായ സമരസമിതിയാണ് പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഡിവൈഎഫ്ഐ കാലിച്ചാനടുക്കം മേഖലാ സമ്മേളനത്തിന് സമാപനം. അട്ടക്കണ്ടത്ത് വെച്ചാണ് സമ്മേളനം നടന്നത്. ഡിവൈഎഫ്ഐ കാലിച്ചാനടുക്കം മേഖലാ സമ്മേളനം അട്ടക്കണ്ടത്ത് സമാപിച്ചു. സമ്മേളനം ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി AV സഞ്ജയൻ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കാലിച്ചാനടുക്കം മേഖലാ സെക്രട്ടറി അനീഷ് പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. വിവിധ യൂണിറ്റുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകരാണ് സമ്മേളനത്തിനെത്തിയത്. റബ്ബറിന്റെ വിലയിടിവിൽ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ മനുഷ്യമതിൽ തീർത്ത് സ്തംഭന സമരം നടത്തി. റബ്ബറിന്റെ വിലയിടിവിൽ പ്രതിഷേധിച്ച് ചെറുപുഴയിൽ തിങ്കളാഴ്ച വൈകുന്നേരം 3:30 മനുഷ്യമതിൽ തീർത്താണ് സ്തംഭന സമരം നടത്തിയത്. വിലത്തകർച്ചയിൽ വിഷമിക്കുന്ന കർഷകരോട് ചേർന്ന് വ്യാപാരികളും തൊഴിലാളികളും പ്രതിഷേധത്തിന്റെ പാതയിലായിരുന്നു. ഹർത്താൽ പോലെയുള്ള മുഴുനീള സമരത്തിൽ നിന്നും മാറി 15 മിനിറ്റ് പൂർണ്ണ സ്തംഭന സമരമാണ് തിങ്കളാഴ്ച ചെറുപുഴ ടൗണിൽ അരങ്ങേറിയത്. ചെറുപുഴ പെരിങ്ങോം പഞ്ചായത്തുകളിലെ കർഷകർ, വ്യാപാരികൾ, വാഹന സർവീസുകാർ, ജാതിമത സംഘടനകൾ എന്നിവയും വിദ്യാർത്ഥികളും ഉൾപ്പെടെയുള്ളവരാണ് പങ്കാളികളായത്. വ്യാപാരികൾ 15 മിനിറ്റ് കടകളടച്ചും വാഹനങ്ങൾ ഓട്ടം നിർത്തിവെച്ചുമാണ് സമരത്തിൽ പങ്കെടുത്തത്. താഴെ ബസാറിൽ നടന്ന പൊതുസമ്മേളനത്തിൽ ചെറുപുഴ സെന്റ് മേരീസ് ഫൊറോന വികാരി റവറന്റ് ഫാദർ ജോസഫ് വാരണത്ത് അധ്യക്ഷത വഹിച്ചു. കിട്ടുക ₹1.35 മാത്രമാണ്. അതേസമയം അവന്റെ വെട്ടുകൂലി, റബ്ബർ കൂലി, ടാപ്പും കൂലി, ഇവിടനെ കൂടി എല്ലാം കൂടെ ₹1.75 വരും. ചുരുക്കത്തില് ഒരു മരത്തിന് 40 പൈസ വെച്ച് കർഷകൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ടാപ്പിംഗ് നടത്തുക. അതുപോലെ അധികം നാൾ മുന്നോട്ട് പോകുവാനായിട്ട് അവന് സാധിക്കുകയില്ല. ഇതിന് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും റബ്ബർ ബോർഡിനും വ്യവസായ പ്രമുഖർക്കൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുവാനാണ് സാധിക്കും. മനോജ് വടക്കേൽ സ്വാഗതം പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് റോഷി ജോസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ടാപ്പ് ചെയ്യുന്ന റബ്ബർ തൊഴിലാളികളുടെയോ മാത്രമുള്ള ഒരു വിഷയമല്ല. അതുകൊണ്ട് തന്നെയാണ് പൊതുസമൂഹത്തിന്റെ പൂർണ്ണമായ പിന്തുണ ഈ ഒരു സമരത്തിനും ഇന്നത്തെ ഈ പരിപാടിക്കും ലഭിക്കുന്നത്. ഇവിടെ വേദിയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെയും വ്യാപാരി വ്യവസായി സമിതിയുടെയും അതിന് ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഉയർത്തിയ ഈ മുദ്രാവാക്യത്തിന്റെ പ്രസക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളികളടക്കം ചെറുപുഴ ടൗണിലെ വ്യാപാരികളും തൊഴിലാളികളും ഈ സമരമാർഗത്തോട് സഹകരിക്കുകയാണ്. അതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാം ഉയർത്തിയ മുദ്രാവാക്യം കേവലം റബ്ബർ കർഷകരുടെ മാത്രമോ, അതല്ല എങ്കിൽ കേവലം റബ്ബർ
ചെയ്യുന്ന തൊഴിലാളികളുടെയോ മാത്രമല്ല, നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ, ഈ നാടിന്റെ വളർച്ചയെ മുരടിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് നാളെ ഈ നാടിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഈ നാടിന്റെ എല്ലാ തരത്തിലുമുള്ള ആളുകൾ, വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ നിലനിൽപ്പിനു വേണ്ടി കൂടിയാണ് എല്ലാവരും കൈകോർക്കുന്നത് എന്ന യാഥാർത്ഥ്യം പൊതുസമൂഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു. റവറന്റ് ഫാദർ ടോമി എടാട്ടിൽ ആമുഖ പ്രഭാഷണം നടത്തി. അബ്ദുറഹിമാൻ മദിനി പടന്ന, എസ് കുമരേശൻ, തോമസ് ടി തയ്യിൽ, ജെ സെബാസ്റ്റ്യൻ, ടി എ വർഗീസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പട്ടികവർഗ ഊരുകളിലെ സൂക്ഷ്മതല ആസൂത്രണ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം ബുധനാഴ്ച നടക്കും. ഈസ്റ്റ് എളേരി പഞ്ചായത്തിലെ സർക്കാർ കോളനിയിൽ നടത്തുന്ന ഉദ്ഘാടന ചടങ്ങിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലാതല ഉദ്ഘാടന പരിപാടിയിൽ ഈസ്റ്റ് എളേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് പന്തമാക്കൽ അധ്യക്ഷത വഹിക്കും. സബ് കലക്ടർ ജീവൻ ബാബു, സംസ്ഥാന കുടുംബശ്രീ മിഷൻ ഗവേണിംഗ് ബോർഡ് അംഗം അഡ്വക്കേറ്റ് എൻ എ ഖാലിദ് തുടങ്ങിയവർ മുഖ്യാതിഥിയായിരിക്കും. വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ രാജു കട്ടകയം, വിഘ്നേശ്വർ ഭട്ട്, സൗമ്യ വേണുഗോപാൽ, കെ ജെ വർക്കി, സുപ്രിയ അജിത്, കെ ലക്ഷ്മണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഹരീഷ് പി നായർ തുടങ്ങിയവർ സംബന്ധിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ദേശീയ ഗ്രാമീണ ഉപജീവൻ മിഷൻ അതിൻ്റെ കീഴിൽ കേരളത്തിൽ മൊത്തം പട്ടികവർഗ ഊരുകളിൽ 2 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു സമഗ്രമായ ഒരു സർവേ നടത്തുകയാണ്. അപ്പോൾ മറ്റു സർവേകളിൽ നിന്ന് ഇത് വ്യത്യസ്തമെന്ന് പറയുന്നത്, ഇതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടത് പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 80ഓളം ആനിമേറ്റേഴ്സാണ്. SSLC പാസ്സായവരെ ഗ്രാമപഞ്ചായത്തിലും, അതുപോലെ +2 പാസ്സായവരെ ബ്ലോക്ക് തലത്തിലും, അതുപോലെ ഡിഗ്രി PG ജില്ലാ തലത്തിലുമാണ് ഇതിനുവേണ്ടി ഈ സർവേക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ളത്. ജില്ലാതല ഉദ്ഘാടനം നാളെ വൈകിട്ട് 4 മണിക്ക് ഈസ്റ്റ് എളേരിയിലുള്ള സർക്കാരി കോളനിയിൽ വെച്ച് നടക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അബ്ദുൽ മജീദ് ചമ്പരിക്ക, മുഹമ്മദ് കുഞ്ഞി, വിജയൻ, കൃഷ്ണംബാനൻ, ഉഷാരത്ന ധർമ്മത്തെടുക്ക തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. തേർത്തങ്കൈ മേരിഗിരി ഹയർ സെക്കൻഡറി സ്കൂളിൽ +1 ബാച്ച് മന്ത്രി KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. +1 നയത്തിൽ സർക്കാരിനെതിരെയുള്ള കോടതി നിലപാടോട് വിയോജിപ്പാണുള്ളതെന്ന് മന്ത്രി പറഞ്ഞു. വളരെ നിർബന്ധമായ നിലപാടാണ് എല്ലാവരും സ്വീകരിച്ചത്. ഏതായാലും ആദ്യഘട്ടം ഓരോ പഞ്ചായത്തിലും ഒരു +2 എന്ന തീരുമാനം മന്ത്രിസഭ വന്നപ്പോൾ അവിടെ മാറ്റം വരുത്തി മലബാറിലെ വിദ്യാഭ്യാസ ആവശ്യം പരിഗണിച്ചുകൊണ്ട് മലബാർ മേഖലയിൽ കൂടുതലായി +2 അനുവദിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം കൈക്കൊണ്ടു. പിന്നീട് കേരളത്തിന്റെ സാമുദായികമായ ബാലൻസ് നോക്കുമ്പോൾ മറ്റ് മാനേജ്മെന്റുകൾക്ക് സ്കൂൾ ലഭിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്കൂളുകളിൽ തീരുമാനിച്ചത് മന്ത്രിസഭയുടെ ഒരു സബ് കമ്മിറ്റി ഈ കാര്യം ചർച്ച ചെയ്തിട്ടാണ് അവസാനം പറഞ്ഞത്. പക്ഷെ പിന്നീട് കോടതിയിലേക്ക് പോയപ്പോൾ കോടതിയുടെ നിലപാട് വളരെയേറെ വിമർശനമായി. ഞാനിപ്പോഴും കോടതി നിലപാടിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന വ്യക്തിയില്ല. കോടതി പറയുന്നത് ഹയർ സെക്കൻഡറി ഡയറക്ടർ പറയുന്നത് മാത്രം കൊടുത്താൽ മതി. അത് ജനാധിപത്യ ഭരണകൂടത്തിൽ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമില്ല. ഹയർ സെക്കൻഡറി ഡയറക്ടർ വിദ്യാഭ്യാസ വകുപ്പിലെ മന്ത്രി കാണുന്ന ഉദ്യോഗസ്ഥന്മാരുടെ പട്ടിക നോക്കിയാൽ 3ാമത്തെ വിഭാഗത്തിലാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി അത് കഴിഞ്ഞ ആ ഉദ്യോഗസ്ഥൻ പറയുന്നത് ഗവൺമെന്റ് അംഗീകരിക്കണം, അതിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് പറയുന്നതിനുള്ള പൊരുത്തക്കേട് അത് അംഗീകരിച്ചുള്ള കോടതിയുടെ നിലപാട് ഇപ്പോൾ അംഗീകരിക്കാൻ മാനസികമായി പ്രയാസമുണ്ട്. ചടങ്ങിൽ മോൺസിഞ്ഞോർ അബ്രഹാം പോണാട്ട് അധ്യക്ഷനായിരുന്നു. റവറന്റ് ഫാദർ തോമസ് ആമക്കാട്ട് ആമുഖ പ്രഭാഷണം നടത്തി. ഫാദർ ജോസഫ് കളരിക്കൽ, പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് വട്ടമല, OM സെബന്നീസ BV, കെ ജ്യോതി, KE ദാമോദരൻ, ബേബി മാസ്റ്റർ, റോയി മാത്യു, ഫാദർ മാത്യു മുല്ലപ്പള്ളി, ഫാദർ മാത്യു വെട്ടുവയലിൽ, മാത്യു പുതുപ്പറമ്പിൽ, ഫാദർ ഡൊമിനിക് മഞ്ഞാളങ്കൽ, KM തോമസ്, മാസ്റ്റർ മിഖ്ദാദ് സുലൈമാൻ, ജോസുകുട്ടി സ്കറിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. മുൻ മന്ത്രി ചെർക്കളം അബ്ദുള്ളയെ വ്യാഴാഴ്ച ആദരിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
കാസർഗോഡിന്റെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മധ്യരംഗത്തെ നിറസാന്നിധ്യമായ ചെറുക്കളം അബ്ദുള്ളയ്ക്ക് മഞ്ചേശ്വരം പൗരാവലി ഒരുക്കുന്ന സ്നേഹപൂർവ്വമാണ് 25-ന് കുമ്പളയിൽ നടക്കുന്നത്. പരിപാടി പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ചടങ്ങിൽ PB അബ്ദുറസാഖ് MLA അധ്യക്ഷത വഹിക്കും. കർണാടക ആരോഗ്യമന്ത്രി UT ഖാദർ ഉപഹാര സമർപ്പണം നടത്തും. മന്ത്രി രാമനാഥ് റൈ പ്രശസ്താപത്രം നൽകും. ET മുഹമ്മദ് ബഷീർ MP അനുമോദന പ്രസംഗം നടത്തും. ചെറുക്കളം അബ്ദുള്ള സാഹിബിനെ മഞ്ചേശ്വരം പൗരാവലി 25-ന് ആദരിക്കുകയാണ്. ഉദ്ഘാടനം ചെയ്യുന്നത് പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങളാണ്. ചടങ്ങിൽ അനുമോദന പ്രസംഗം നടത്തുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറിയും മുൻ വിദ്യാഭ്യാസ മന്ത്രിയുമായ PT മുഹമ്മദ് ബഷീർ സാഹിബ് അവറുകളാണ്. ചടങ്ങിൽ ഉപഹാര സമർപ്പണം നടത്തുന്നത് കർണാടകയിലെ പ്രഗത്ഭനായ ആരോഗ്യവകുപ്പ് മന്ത്രി UT ഖാദർ അവറുകളാണ്. അതോടൊപ്പം തന്നെ പ്രശംസാപത്രം നൽകുന്നത് കർണാടകയുടെ വനം വകുപ്പ് മന്ത്രി V രമണത്തറൈ. വാർത്താസമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ സത്താർ ആരിക്കാടി, AK മഷഫ്, അഷ്റഫ് കർള, AK ആരിഫ്, KB യൂസഫ് തുടങ്ങിയവർ സംബന്ധിച്ചു. കൃഷി വകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുന്ന ഇക്കോ ഷോപ്പ് പുതിയ കോട്ടയിൽ പ്രവർത്തനം തുടങ്ങി. വിഷവിമുക്തമായ പച്ചക്കറി ലഭ്യമാക്കാനാണ് ലക്ഷ്യമിടുന്നത്. വിഷവിമുക്തമായ പച്ചക്കറികൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാൻ കൃഷി വകുപ്പ് ഒരുക്കിയ ഇക്കോ ഷോപ്പ് കാഞ്ഞങ്ങാട്ട് പ്രവർത്തനം തുടങ്ങി. ജൈവ ജില്ല ലക്ഷ്യമിടുന്ന ജില്ലയ്ക്ക് മാതൃകയാക്കാവുന്ന പദ്ധതിക്കാണ് കൃഷി വകുപ്പും കാഞ്ഞങ്ങാട് ബ്ലോക്ക് കർഷക സമിതിയും ചേർന്ന് തുടക്കമിട്ടത്. ഇക്കോ ഷോപ്പിന്റെ ഉദ്ഘാടനം E ചന്ദ്രശേഖരൻ MLA നിർവഹിച്ചു. നമ്മുടെ പ്രത്യേകിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ ഉൽപ്പാദന മേഖല എവിടെയാണെന്ന് പോലും അറിയാതെ അവരതിന് എന്തെല്ലാം മാർഗങ്ങൾ സ്വീകരിക്കുന്നു എന്നൊന്നും അറിയാതെ നമ്മൾ ആവശ്യം നിർവഹിക്കുന്നതിന് വേണ്ടി കടകളിലെത്തുന്ന എല്ലാറ്റിനെയും നമ്മൾ സ്വീകരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം ഭക്ഷ്യധാന്യങ്ങൾ ഉപയോഗിച്ചതിനെ തുടർന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ നമുക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പശ്ചാത്തലത്തിലൊക്കെ വേണം നമ്മൾ ഭക്ഷ്യ സ്വയം പര്യാപ്തത, അതല്ലെങ്കിൽ അതിൻ്റെ അനുബന്ധമായ പ്രത്യേകിച്ച് പച്ചക്കറി പഴം വർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തത, അതിനാവശ്യമായ വിള ഇറക്കലും വിള കൈകാര്യം ചെയ്യലും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ച് എല്ലാം മനസ്സിലാക്കാനും ബോധിക്കാനും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A കൃഷ്ണൻ സോഫ്റ്റ്വെയർ ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന കൃഷി ഓഫീസർ ചന്ദ്രൻ നിർവഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ K ദിവ്യ അധ്യക്ഷയായി. വിവിധ പുരസ്കാര ജേതാക്കളായ KN നസീബത്ത് BV, രാജൻ കുട്ടിയാനം എന്നിവരെ ആദരിച്ചു. കൃഷി ഡെപ്യൂട്ടി ഡയറക്ടർ P ഗിരിജ, ജൈവ കർഷക സമിതി പ്രസിഡന്റ് KP ശ്രീധരൻ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യമുന രാഘവൻ, പ്രഭാകരൻ വാഴ്ന്നോറടി, അഹമ്മദ് ഷാഫി, A കുഞ്ഞമ്പു നായർ, വിജയേശ്വരി, KN ജ്യോതികുമാരി, വേണു വടക്കം തൊട്ടി എന്നിവർ സംസാരിച്ചു. ബാറുകൾ അടച്ചുപൂട്ടുന്ന ഈ കാലത്ത് പൂമ്പാറ്റകളെ ലഹരി പിടിപ്പിച്ച് പെരിങ്ങോം മടക്കാംപൊയിലിൽ പൂമ്പാറ്റകളുടെ ബാർ പൂത്തലഞ്ഞു. മടക്കാംപൊയിലിലെ TV ബാലകൃഷ്ണന്റെ വീട്ടുമുറ്റത്തെ ചെടിയാണ് പൂമ്പാറ്റകളെ ലഹരിയിൽ വീഴ്ത്തി പൂത്തുലഞ്ഞത്. പെരിങ്ങോം മടക്കാംപൊയിലിലെ TV ബാലകൃഷ്ണന്റെ വീട്ടുമുറ്റത്ത് ഈ ചെടി പൂത്താൽ പിന്നെ പൂമ്പാറ്റകൾക്ക് ഇത് ലഹരിയുടെ നാളുകളാണ്. രാവും പകലും ഇല്ലാതെ ആയിരക്കണക്കിന് പൂമ്പാറ്റകളാണ് ഈ ചെടിയിലെ പൂവിൽ നിന്ന് തേൻ നുണഞ്ഞ് ലഹരി പിടിക്കുന്നത്. ഓരോ വർഷവും ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ പൂവിടുന്ന ഈ ചെടിയിൽ നാനാവർണ്ണത്തിലുള്ള പൂമ്പാറ്റകളും തേനീച്ചയും കടന്നൽ വരെയും തേൻ നുണയാനെത്തും. വീട്ടുകാർക്കും വഴിയാത്രക്കാർക്കും പൂമ്പാറ്റകളെ കയ്യിലെടുത്ത് ഓമനിക്കാം. കാരണം പൂമ്പാറ്റകളൊക്കെ തേൻ നുണഞ്ഞ് ലഹരി പിടിച്ച പോലെ മയങ്ങി നിൽക്കുകയാകും. രാത്രികാലങ്ങളിൽ ലഹരി നുണയാൻ നിശാശലഭങ്ങളുടെ ഊഴമാകും. പൂമ്പാറ്റകളെ ഇത്രമാത്രം ആകർഷിക്കുന്ന ചെടിയുടെ പ്രത്യേകത എന്തെന്ന് മാത്രം ഇനിയും മനസ്സിലായിട്ടില്ലെന്ന് വീട്ടുടമ പറയുന്നു. ഇതുപോലെ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഈ വൃക്ഷം എന്താണെന്ന് ആർക്കൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ ഇതിനായിട്ട് ഞാനിപ്പോൾ നട്ട് വളർത്തി വന്നു. ഇപ്പം വീടിൻ്റെ പരിസരത്ത് തേച്ചും നമ്മൾ ഇതിനായിട്ട് നട്ട് വളർത്തി കൊണ്ടുവരുവാണ്. പക്ഷെ നമുക്ക് കണ്ണിൽ പെടാത്ത ഇതുവരെ നമ്മൾ കാണാത്ത ശലഭങ്ങൾ പോലും നമുക്കിപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. പക്ഷെ അതൊരു എന്താണെന്ന് പറയാൻ പറ്റാ ഒരു വല്ലാത്തൊരു സന്തോഷകരമായ ഒരു അനുഭവം തന്നെയാണ് ഇത് ഈ പൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇല്ലാത്ത ശലഭങ്ങൾ നൂറുകണക്കിന് ശലഭങ്ങളാണ് ഇപ്പോൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ വീടിൻ്റെ പരിസരത്ത് ചുറ്റും നമ്മൾ നട്ട് വളർത്തി ഇതിനായിട്ട് നമ്മൾ ഈ വൃക്ഷം നട്ടുകൊണ്ടിരിക്കും. അപ്പോൾ മൊത്തത്തിൽ ഇപ്പം മറ്റുള്ളവരെ സ്റ്റുഡിയോക്കാരും കാര്യങ്ങളെല്ലാം വന്നിട്ട് ഗവേഷണത്തിനായിട്ട് അയച്ചിട്ടുണ്ട്. എന്താണ് ഈ ചെടിയെന്നും ഇത് ഇങ്ങനെ ഈ ശലഭങ്ങൾ ഈ വൃക്ഷത്തെ ആകർഷിക്കാൻ എന്താ കാരണം എന്നുള്ളതൊക്കെ ഗവേഷണത്തിലൂടെ കണ്ടെത്തിയിട്ട് വിവരം അറിയിക്കാമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിനും പരിക്കേറ്റവരെ സഹായിക്കുന്നതിനും അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള വളണ്ടിയർ ക്യാമ്പ് കിനാനൂർ കരിന്തളത്തെ ചായോത്ത് നടന്നു. സന്നദ്ധ സേവകരുടെ സേവനം ഏതു സമയത്തും ലഭ്യമാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ക്യാമ്പ് ഒരുക്കിയത്. നമുക്കറിയാം, നാം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ നോക്കിക്കഴിഞ്ഞാൽ അതിനേക്കാൾ ഏറെ
എത്രയോ മഹത്വമുള്ള ഒരു സംഗതിയാണ് നമ്മുടെ റോഡുകളിൽ ആക്സിഡന്റായി വീണെടുക്കുന്ന ആളുകളെ എത്രയും പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ച് അവരുടെ ജീവൻ രക്ഷിച്ച് അവരുടെ കുടുംബത്തേക്ക് തന്നെ തിരിച്ചയക്കാൻ നമുക്ക് കഴിയുന്നത്. ഇന്നലെയും നമ്മളെ പത്രങ്ങളിൽ കാണുകയുണ്ടായി, ഒരു സ്ത്രീ റെയിൽവേ ട്രാക്കിൽ കാല് മുറിഞ്ഞ് 10 മണിക്കൂറോളം ആരും അറ്റൻഡ് ചെയ്യാതെ കിടക്കുന്ന ഒരവസ്ഥ. ഈ ഒരു മനുഷ്യത്വരഹിതമായ സംഗതി നമ്മളുടെ കൺമുന്നിൽ നിത്യേന നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൽ നിന്നൊക്കെ നമുക്കൊരു മാറ്റം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഗവൺമെന്റ് ഇതുപോലുള്ള ബോധവൽക്കരണ പരിപാടി കാര്യപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ചായൂത്ത് ഉദയ പുരുഷ സ്വയം സഹായ സംഘത്തിന്റെയും ട്രോമ കെയർ സൊസൈറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് വളണ്ടിയേഴ്സ് ട്രെയിനിംഗ് ക്യാമ്പ് ചായൂത്ത് ഗവൺമെന്റ് സ്കൂളിൽ നടന്നത്. റോഡപകടങ്ങളിൽപ്പെട്ടവർക്ക് സുരക്ഷിതവും വേഗത്തിലുള്ളതുമായ പ്രഥമ ശുശ്രൂഷ നൽകുക, പരിക്കേറ്റവരെ സഹായിക്കാൻ പ്രത്യേക പരിശീലനം നൽകി ജില്ലയിലുടനീളം സന്നദ്ധ സേവകരെ വളർത്തിയെടുക്കുക, അപകടത്തിൽപ്പെടുന്നവർക്ക് തുടർ ചികിത്സ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ക്യാമ്പ് മുന്നോട്ട് വെക്കുന്നത്. അപകടങ്ങൾ കുറയ്ക്കുന്നതിന് പൊതുജനങ്ങൾക്ക് ബോധവൽക്കരണം നടത്തുമെന്നും രക്തദാനവും അവയവദാനവും പ്രോത്സാഹിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. നീലേശ്വരം CI പ്രേമൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ PV കുഞ്ഞമ്പു, MVI ശ്രീനിവാസൻ, വിജയൻ, സിജിത്ത്, ദിനേശൻ മാസ്റ്റർ, രതീഷ് കൃഷ്ണൻ എന്നിവരും സംസാരിച്ചു. V വേണുഗോപാലൻ, റെജി കുര്യാക്കോസ്, ഡോക്ടർ പ്രസാദ് എന്നിവർ ക്ലാസുകൾ കൈകാര്യം ചെയ്തു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓട്ടോ ഡ്രൈവർമാർ ഉൾപ്പെടെ 75ഓളം പേർ പരിശീലനത്തിൽ പങ്കെടുത്തു. മാനുഷിക മൂല്യങ്ങളെ തകർക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ സാംസ്കാരിക പ്രവർത്തകരുടെ കടമകൾ വളരെ വലുതാണെന്ന് പുരോഗമന കലാസാഹിത്യ സംഘം. നീലേശ്വരത്ത് പ്രമുഖ എഴുത്തുകാരൻ PVK പനയാൽ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. മതനിരപേക്ഷവും മാനവികവുമായ പുതിയ സമൂഹത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങളാണ് പുരോഗമന കലാസാഹിത്യ സംഘം നടത്തുന്നതെന്ന് കൺവെൻഷനിൽ സംസാരിച്ചവർ വ്യക്തമാക്കി. കലയും സാഹിത്യവും മനുഷ്യനന്മയ്ക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് സംഘത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. സംഘത്തിന്റെ നീലേശ്വരം എളേരി സംയുക്ത ഏരിയ കൺവെൻഷൻ NG സ്മാരക ഹാളിൽ പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ എഴുത്തുകാരൻ PVK പനയാൽ ഉദ്ഘാടനം ചെയ്തു. വളരെ അബദ്ധജടിലമായ ഒരു തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും മലയാള സിനിമാ പ്രേക്ഷകർ സിനിമയിൽ നിന്ന് അകന്നു നിന്നു. ഒരു രണ്ടാം വരവ് നാടകത്തിൽ എന്ന പോലെ മലയാള സിനിമയിലും ഒരു രണ്ടാം വരവ് സാധ്യമാക്കി തീർത്തിരിക്കുകയാണ്. വളരെ ശ്രദ്ധേയങ്ങളായ സിനിമകൾ അടുത്ത കാലത്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ കാസർഗോട്ടെ ഒരുപാട് കലാകാരന്മാർ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിനിമാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അജുംബിതങ്ങളായ ഭൂപ്രദേശങ്ങൾ തേടി സംവിധായകർ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെയും അതുപോലെ ഷൊർണൂരിലെയും ഒക്കെ കണ്ട് മടുത്ത ലൊക്കേഷനിൽ നിന്ന് പുതിയ ലൊക്കേഷനിലേക്ക് സംവിധായകർ പോകുമ്പോൾ അവർക്ക് കാസർഗോഡിൻ്റെ പെരുമ എന്താണ് എന്ന്, കാസർഗോഡിൻ്റെ ദൃശ്യ സൗന്ദര്യം എന്താണ് എന്ന് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. KP നാരായണന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ വസന്തത്തിന്റെ കനൽ വഴികൾ എന്ന സിനിമയിൽ ശ്രദ്ധേയമായ അഭിനയം കാഴ്ചവെച്ച റിത്തേഷിനെ ഉപഹാരം നൽകി അനുമോദിച്ചു. വാസു ചോറോട്, രവീന്ദ്രൻ കൊടക്കാട്, K കണ്ണൻ നായർ, ഡോക്ടർ NP വിജയൻ, KCS നായർ എന്നിവരും സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന ജനശക്തി യാത്രയ്ക്ക് തുടക്കം. ജാതിക്ക ജില്ലയിൽ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ സാമ്പത്തിക പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ദേശീയ സെമിനാറിന് നെഹ്റു കോളേജിൽ തുടക്കമായി. സുരക്ഷയൊരുക്കാൻ നടപടിയായില്ല. ജില്ലാ ആശുപത്രിയിൽ മോഷണം പെരുകുന്നു. രോഗികൾക്ക് ദുരിതകാലം. വാഴ്ന്നൂരടി ചൈന ക്ലേ കമ്പനിയിൽ ഖനനത്തിൽ അപാകതയെന്ന് ആക്ഷേപം. കുഴികൾ നികത്താത്തതിൽ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം.
കുശാൽ നഗറിനെ കാർഷിക സമ്പന്നമാക്കാൻ അക്ഷരപുരുഷ സ്വയം സഹായ സംഘത്തിന്റെ പ്രവർത്തകർ. നെൽകൃഷിയിൽ വിളഞ്ഞത് 100 മേനി. റബ്ബർ വിലയിടിവിനെതിരെ മലയോരങ്ങളിൽ കർഷകരുടെ പ്രതിഷേധം. ചെറുപുഴയിൽ റബ്ബർ കർഷകർ മനുഷ്യമതിൽ തീർത്തു. വിഷവിമുക്ത പച്ചക്കറി ഒരുക്കാൻ കാഞ്ഞങ്ങാട്ട് കൃഷിവകുപ്പ് ഇക്കോ ഷോപ്പ് തുടങ്ങി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.